നമസ്കാരം, ഞാൻ ലക്ഷ്മി. ചിക്കൻ വിറകടുപ്പിൽ വെച്ച് ചെയ്തത് കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അതുപോലെ കമൻറ്റ് ചെയ്തിരുന്നു. വളരെ സന്തോഷം തോന്നി. ഇനിയും അതുപോലെയുള്ള റെസിപ്പികളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വരണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നാട്ടിലും നല്ല മഴയാണ്, അതുകൊണ്ട് പുറത്തെ അടുപ്പിൽ വെച്ച് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഇന്ന് അകത്തുള്ള വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഉണക്കച്ചെമ്മീൻ മാങ്ങ ചക്കക്കുരു ഇട്ട് വയ്ക്കുന്ന കറിയാണ്. അപ്പോൾ അമ്മയാണ് ചെയ്യണേ. പലർക്കും അറിയുന്ന കറിയായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ തലയും വാലും നമുക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റാം. 100 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കണേ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും നമ്മളിതിന് ഓരോന്നായിട്ട് ഇതുപോലെ എടുത്ത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ആദ്യം ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വലുതും കിട്ടും ചെറുതും കിട്ടും ഉണക്കച്ചെമ്മീൻ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ കറിക്ക് വേണ്ടിയിട്ട്. മീൻ ഒരുവിധം ക്ലീൻ ചെയ്തെടുത്തു. ഇനി അതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ചെമ്മീനിലുള്ള ചെളിയും പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെക്കേണ്ടത് ചക്കക്കുരുവാണ്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു 25-20 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മാങ്ങ ആദ്യം നമുക്കിതുപോലെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നായി കളറുണ്ടെങ്കിൽ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മാങ്ങ വേണം. ഒരു മാങ്ങ മുഴുവൻ നമുക്കിതുപോലെ ഒന്ന് ചെത്തി എടുക്കാം. ഇന്ന് അകത്തെ അടുപ്പിലാണ് കാണിക്കണേ. പുറത്തെ അടുപ്പിൽ മഴയായതുകൊണ്ട് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് മസാലകളൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മിളകാണ് ആദ്യം ചേർക്കണേ. 15 മുളകുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം വറ്റൽമുളക്. അതൊന്ന് വറുത്ത് കോരി വയ്ക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം എരിവ് കുറഞ്ഞ മുളകാണ്. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എണ്ണം കുറയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത്, ഇതിപ്പോൾ ഒരു മുറി നാളികേരം ഉണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായി ചുമക്കുന്ന വരെ വറുത്തെടുക്കാം. കുറച്ച് നേരം എടുക്കും നമുക്ക് ഒന്ന് ചുവന്ന് വരാനായിട്ട്. മുഴുവനോടെയുള്ള മല്ലിയും അതുപോലെ തന്നെ മുളകാണ് ചേർക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർക്കാം. പൊടി ചേർക്കുന്നവരാണെങ്കിൽ നാളികേരം ചുവന്ന് വരുമ്പോൾ വേണം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചുവന്ന് വന്നു നാളികേരം. ഇനി നമുക്കിതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒരു പിടി മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ, ഉണക്ക ചെമ്മീനിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ആ ചെമ്മീനിലെ ഈർപ്പൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം ചെമ്മീൻ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി ചെമ്മീൻ്റെ. നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറി നല്ല ഡ്രൈ ആയിട്ട് വരണം ചെമ്മീൻ. അപ്പോൾ നമുക്കിപ്പോൾ
പാകം അറിയാനാണെങ്കിൽ ഒരു ചെമ്മീനെടുത്ത് കയ്യിലൊന്ന് പിടിച്ചാൽ ഒന്ന് ഒടിച്ചു നോക്കിയാൽ പെട്ടെന്ന് ഒടിഞ്ഞു വരും. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് ചെമ്മീൻ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ചട്ടിയിലേക്ക് ആദ്യം ചക്കക്കുരു ചേർക്കാം. പിന്നെ പച്ചമുളക്, ഇപ്പോൾ ഒരു 5-6 പച്ചമുളക് ഞാൻ ചേർത്തു. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്തു. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർക്കണേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചക്കക്കുരു വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് അടുപ്പിലേക്ക് മാറ്റാം. കുറച്ച് സമയം എടുക്കും ചക്കക്കുരു ഒന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഗ്യാസിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നമുക്ക് കുക്കറിൽ ചെയ്തെടുത്താൽ മതി. 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ചക്കക്കുരു. അപ്പോൾ നമുക്കിതൊന്ന് കയ്യിലെടുത്ത് നോക്കാം, ഉടച്ച് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചക്കക്കുരു. ഇങ്ങനെ ചക്കക്കുരു നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മാങ്ങയൊന്ന് വെന്ത് വരണം. ചെറുതായിട്ട് ഇതുപോലെ കയ്യിലുകൊണ്ടൊന്ന് ചക്കക്കുരു ഉടച്ചു കൊടുത്താൽ നല്ലതാണ്. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നന്നായി വെന്ത് തുടങ്ങി. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച് ചെമ്മീൻ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ഇനി അടുത്തത് ചേർക്കേണ്ടത് നമ്മുടെ അരപ്പാണ്. നാളികേരവും മുളകും മല്ലിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുത്തതാണ്. അതുകൂടി ചേർത്തു. ആ മിക്സിയിലേക്ക് തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പേനും കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പോൾ നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കറക്റ്റാണ് എല്ലാം. അടുപ്പിൽ നിന്ന് മാറ്റി ഇനി നമുക്കിതിലേക്ക് ഉള്ളി താളിക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 5-6 ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചുവന്ന് വരണം. ിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചക്കക്കുരു മാങ്ങ കറി റെഡിയായി.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെയുള്ള പഴമയുടെ രുചികളായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.